എന്ത് താനെന്താ പപ്പിക്ക് പൈസ കൊടുത്ത്? ഏയ് ഞാൻ കൊടുത്തില്ലല്ലോ. കൊടുത്തില്ലേ? പിന്നെ ഇവിടെ ബോക്സിൽ നിന്ന് 100 രൂപ എന്താ മോളെ, എനിക്കിത് എവിടെ നിന്ന് കിട്ടി? അത് ചേച്ചമ്മയുടെ പേഴ്സിൽ നിന്ന് ചേച്ചമ്മ അറിയാതെ എടുത്തതാ. ഓ അത് ശരി. അപ്പൊ നീ 100 രൂപ കാണാതെടുത്താ? പപ്പി പറയ്, ഇത് നീ എന്റെ പേഴ്സിൽ നിന്ന് ഞാൻ അറിയാതെ എടുത്ത എന്തിനാന്നല്ലേ ചോദിച്ചത്? ദേ പറഞ്ഞില്ലെങ്കിൽ എന്റെ ഇന്ന് നല്ല അടി കിട്ടുവേ. സത്യം പറയാനാ പറഞ്ഞ. നല്ലുണ്ട് ശാലിനി. പപ്പി കാര്യം പറ. മോളെന്തിനാ കാശെടുത്ത്? സ്കൂളിൽ വെച്ച് ഞാനും തപസ്യയും കൂടി വഴക്കൂടി. തപസ്യയുടെ മുത്തുമാല എന്റെ കൈ കൊണ്ട് പൊട്ടിപ്പോയി. അത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് കംപ്ലൈന്റ് ചെയ്യുന്ന പറഞ്ഞതുകൊണ്ടാ. അത് ആരും അറിയാതെ വാങ്ങിക്കൊടുക്കാനാ ഞാൻ ഈ പൈസ എടുത്തത്. അതിന് മോഷ്ടിക്കണോ? കാര്യം പറഞ്ഞ ഞാൻ എന്താ പൈസ തരില്ലേ? ഓ അപ്പൊ പിന്നെ എളുപ്പത്തിൽ കാര്യം നടക്കില്ലല്ലോ. ഇതുപോലെ മോഷ്ടിക്കാനും പറ്റില്ല. അതെങ്ങനെയാ? കുടുംബത്തോടെ ചട്ടമ്പിത്തര എടുത്ത് നടക്കുന്നവർക്ക് ഇങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ ഉണ്ടാവും. മക്കള് കാക്ക കാലേ പോന്നത് നോക്കി നിന്ന് കാണേണ്ടിയും വരും. ദേ ഇനി ഇവിടുന്ന് എന്തെങ്കിലും മോഷ്ടിച്ചൊന്ന് ഞാൻ അറിഞ്ഞ അടിച്ച് നിന്റെ പുറം പൊളിച്ചുകളെ. കേട്ടല്ലോ? കേട്ടോന്ന്? കരച്ചില്. പപ്പി കരയണ്ട, കരയണ്ട, കരയണ്ട. മോളുടെ അമ്മ ചേച്ചിയമ്മ ദേഷ്യത്തിൽ പറഞ്ഞല്ലേ? പപ്പി കരയല്ലേ? ഓക്കെ, മോള് കാണിച്ച തെറ്റല്ലേ? അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരെ സമ്മതം കൂടാതെ 1 രൂപ പോലും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനത്തെ കുട്ടികളെ ചീത്ത കുട്ടികളായിട്ട് എല്ലാരും കാണും. വിഷ്ണു അച്ഛനെ മോള് കരയല്ലേ? നല്ല മോളല്ലേ? കരയുണ്ട് പപ്പി, കണ്ടിട്ട് എനിക്കും കരച്ചില്.